കഴിഞ്ഞ ദിവസം ബൈക്കിന്റെ വീഡിയോ ചെയ്തില്ലേ, അതിനകത്ത് 320 വ്യൂസ്. സത്യം 320. ആ ഇപ്പൊ ഞാൻ ആരായി, വലിയൊരു സംഭവമായി, വൈറലായി. അയ്യോ, ആ വീഡിയോക്ക് ഒരു സുഹൃത്ത് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തോ ഞാൻ റിപ്ലൈ ചെയ്യാൻ മറന്നുപോയി, സോറി കേട്ടോ ബ്രോ. അവസാനം വണ്ടി ഓടിച്ച് 87 പറപ്പിച്ച് ഒരു എന്നാ പാലം വന്നപ്പോഴത്തേക്ക് ഞാൻ കണ്ടില്ല സംഭവം ഉണ്ടായത്, പറന്ന് അവസാനം സിറായേട്ടൻ തന്നെ വണ്ടി അങ്ങ് ഓടിച്ച് കേട്ടോ, നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി മേടിച്ച്. രാവിലെ മനുഷ്യൻ്റെ ഉറക്കവും പോയി, ബേട്ടാവിളിയെ വിളിച്ചോണ്ട് പോയി, വണ്ടി ഓടിച്ച് ഹമ്പും ചാടി. പറഞ്ഞല്ലേ നിങ്ങളെ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം കേട്ടാ. ഈ വണ്ടി ഏതാന്ന് ഞാൻ കാണിച്ചു തന്നില്ലല്ലോ, ഇതാണ് കേട്ടാ വണ്ടി. അങ്ങനെ കണ്ടാൽ മതി, ഇങ്ങനെ 6-7 മാസം ജോലിക്ക് പോകാതിരുന്നിട്ട് പെട്ടെന്ന് ജോലിക്ക് കയറി കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. നിങ്ങളൊക്കെ ജോലിക്ക് പോകുന്നവരാണോ? ആണോ അല്ലേ? സത്യം പറഞ്ഞാൽ ജോലിക്ക് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ജോലിക്ക് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. തമ്പി വ്ളോഗ് ആഡ് ചെയ്യണ. തമ്പി നോക്കുക, ഇവനെന്ത് ഭ്രാന്താവാൻ. പാമ്പിടിച്ചാൽ രാവിലെ ഡ്യൂട്ടിക്ക് വന്ന് അതിൻ്റെ അടുത്ത് പണം പസന്ത. സത്യം പറഞ്ഞാൽ ഇന്നത്തെ വ്ളോഗ് എന്താ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ, നേരെ ഹോട്ടലിൽ നിന്ന് ചിക്കൻ എടുക്കണമായിരുന്നു കേട്ടോ, ഒരു 150 ബിരിയാണിക്കുള്ള ചിക്കൻ. അപ്പം ചിക്കൻ ഏകദേശം 37 ചിക്കൻ അങ്ങോട്ട് വേണം. അപ്പം ഒരു ചിക്കനെ 8ആയിട്ട് കട്ട് ചെയ്യും. അപ്പം 2 പീസ് വെച്ച് 300 പീസ് വേണം. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് പോയ വീഡിയോസാണ് ഈ ഞാൻ അപ്ലോഡ് ചെയ്തത്. ഓക്കെ, അടുത്ത ദിവസം എൻ്റെ കൂടെ വന്ന ഒരാൾ ഫോൺ എടുക്കണമെന്ന് പറഞ്ഞ് ഇപ്പോൾ കാണിച്ചു തരാം. അത് കഴിഞ്ഞ ബൈക്കിൻ്റെ RTR 310 വീഡിയോ ചെയ്തതിനകത്തുണ്ട് കേട്ടോ, ഫോൺ എടുക്കണമെന്ന്. അവസാനം ബാത്റൂമിനകത്ത് കയറി ഗായ്സ്, ബാത്റൂമിൽ കയറി കേട്ടാ, പുള്ളിയെ ഒളിച്ചിരിക്കുകയാണ്. സാറേട്ടാ മൊബൈൽ മേടിക്കുന്നില്ല, മൊബൈൽ മേടിച്ചിട്ട് അൺബോക്സ് ചെയ്യത്തില്ലേ? കക്കൂസിൽ പോയ വച്ചനെ വിളിച്ചിട്ട് മൊബൈൽ അൺബോക്സ് ചെയ്യാൻ. ആ വീഡിയോക്കകത്ത് പുള്ളി പറയുന്നുണ്ട് മൊബൈൽ മേടിക്കാൻ പോയി തന്നെത്താനെ വല്ല പോയി മൊബൈൽ മേടിച്ച് അൺബോക്സ് ചെയ്യാനെങ്കിൽ നല്ല ഇടി വല്ല കൊടുക്കാൻ കേട്ടാ. ഇപ്പോൾ കടയിൽ നിന്ന് ചായ ഒരു കടി കഴിച്ചാണ് നേരെ ബാത്റൂമിൽ പോയി. ശരി കഴിച്ചു. എന്തൊക്കെയോ കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചു, എല്ലാം മറന്നുപോയി. ഈ വീഡിയോ എന്തായാലും ആരും കാണത്തില്ലായിരിക്കും, അത് വേറെ കാര്യം. ഞാൻ പ്രത്യേകിച്ച് ഹാഷ്ടാഗ് പിന്നെ ടാഗ് ഒന്നും ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് രാവിലെ 4 മണിയായപ്പോൾ പോയതാണ്, 4:50 ഇപ്പോൾ വന്നപ്പോഴത്തേക്ക് സമയം 7 മണിയായി. ഇനി 1 മണിക്കത്തെ ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ ഇനിയും കിടന്നു കഴിഞ്ഞാലും വലുതായിട്ട് ഉറങ്ങത്തൊന്നുമില്ല. ഈ ബേട്ടാപ്പിളി എൻ്റെ ഉറക്കം കളഞ്ഞു ഗൈസ്. ഓ ശരിയാണ്, ഇതിലേക്ക് നോക്കണ്ട. പോയാണ്ടോ ആ വീഡിയോ കിട്ടിയില്ലേ?
തീർന്നോണ്ട് പോയി കിടന്നു തുടങ്ങിയായിരിക്കില്ലേ? മറ്റേ ചെക്കൻ ഞാൻ നോക്കുമ്പോൾ 4:30 ഇരുന്ന് മൊബൈൽ കളിച്ചോണ്ടല്ലോ. ഞാൻ ഇന്നലെ 4:30 ആയപ്പോഴാണല്ലോ കടന്നത്. ഈ 2:30 കിടന്നല്ല പറഞ്ഞേ. അടുത്ത ഇറക്കണം. പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാൻ പഠിക്കണം, മനസ്സിലായോ? ഇങ്ങനൊക്കെ വേണം വീഡിയോ എടുക്കാൻ. നേരത്തെ ഒരു വീഡിയോ എടുത്തയാൾ ലവൻ പറയുന്ന ആരാന്നറിയാം, ഗെയിമിങ് പ്രോപ്പർ ഇത് അങ്ങനെന്താ പറയുന്നത്. വണ്ടി ഡോറടച്ച് തുറന്നു പോയോ? ഇവനൊക്കെ രാവിലെ പിള്ളേരാണോ ഹിന്ദിക്കാരാണ്, പണിക്ക് പോകുന്നവന്മാരാണ്. ഞാൻ വിചാരിച്ചു പിള്ളേർ വല്ലതും സ്കൂളിൽ പോകാൻ നിൽക്കുമായിരിക്കും. നമുക്ക് തെറ്റിയതാണ്. പണിക്ക് പോകുന്ന ഹിന്ദിക്കാരാണ്. അപ്പോൾ അവരെ കണ്ട് നിങ്ങൾ പഠിക്കണം. നിങ്ങളൊക്കെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാതെ പണിക്ക് പോകണം. എനിക്ക് വന്ന് ഞാനേ ഉള്ളു ഈ 6-7 മാസമൊക്കെ വീട്ടിൽ ഇരിക്കണം. ബാക്കി എല്ലാവരും പണിക്ക് പോകുന്നവരായിരിക്കും അല്ലേ? 6-7 മാസം വീട്ടിൽ ഇരുന്നിട്ട് ഇപ്പോഴാണ് ഒരു ജോലിക്ക് വന്നത്. വേട്ടൊരു ബേട്ട പ്ലെയിൻ ഇരിക്കുന്നു.